ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഈ കഴിഞ്ഞ ദിവസത്തെയാണ്. അപ്പോൾ എനിക്ക് രാവിലത്തെ മോർണിംഗ് ഡേ ഇടാനുള്ള ഒരു ടൈം കിട്ടിയില്ല. വോയിസ് ഒന്നും കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. പക്ഷേ ആരും എണീറ്റിട്ടില്ല. എല്ലാവരും നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക. അപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് നേരം കൂടെ പോയി കിടന്നാലോ. പക്ഷെ അത്യാവശ്യം 6-6:45 ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കിടന്നാൽ നമ്മുടെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് നമുക്ക് ഇറങ്ങാം മോർണിംഗ് റൊട്ടേഷനിൽ. അപ്പോഴേക്കും ഓരോരുത്തരായിട്ടൊക്കെ ലൈറ്റ് ഇടുമ്പോൾ തന്നെ ഒന്ന് എഴുന്നേറ്റുള്ളൂ. ഞാൻ ആദ്യം പോയിട്ട് ഇക്കയും മോനും കിടക്കുന്ന സ്ഥലത്ത് റൂമിലെ ഫാൻ അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. കാരണം ഫാൻ ഓഫ് ചെയ്താലേ അവരെഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ക്ലീനിങ് പരിപാടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ എനിക്ക് കിച്ചണൊന്നൊന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. കാര്യം ഞാൻ ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങൾ ജസ്റ്റ് കഴുകി വെച്ച ടൈമിൽ തന്നെ മോള് ഉറക്കം വന്നിട്ട് പിന്നെ ഒരു ചെറിയ പിണക്കവും ഒരു ചിത്താന്തമൊക്കെ ആയിരുന്നു. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് റഫായിട്ട് ഒതുക്കി ഞാനങ്ങ് പോവുക ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു ഡേ തന്നെ ആവട്ടെ. നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും മക്കൾ സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, ഓഫീസിൽ പോകുന്നവർ കോളേജിൽ പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇതൊന്നുമില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന അമ്മമാരുണ്ടാവും. അവർക്കാണെങ്കിൽ കൂടിയും ഇന്ന് നല്ലൊരു ഡേ തന്നെ ആകട്ടെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വലിയ സ്പെഷ്യൽ ഐറ്റമൊന്നുമില്ല. കാരണം അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം അപ്പം ആകുമ്പോഴത്തേക്കും പിന്നെ മോന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവനൊരു 2 എണ്ണമെങ്കിലും എങ്ങനെയായാലും കഴിച്ചു. അപ്പോൾ ഞാൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞൊന്ന് റെഡിയാക്കിയ ശേഷം തുണി വാഷിങ്ങിനിടെ ഇപ്പോൾ കറണ്ട് ഉണ്ടല്ലോ, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ മിക്കപ്പോഴും പോവാം. അപ്പോൾ അതിന് മുന്നേ വാഷിംഗ് മെഷീനിൽ തുണി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു പണി അങ്ങ് എന്തായാലും നടന്നോളുമല്ലോ. ഇടയ്ക്കൊന്ന് വെള്ളം ജസ്റ്റ് സ്പിൻ മാറ്റിയിടാനോ അല്ലെങ്കിൽ സ്പിൻ ചെയ്യാനോ മറ്റൊന്ന് ഇടയ്ക്ക് പോയി നോക്കിയാൽ മതി. അപ്പോൾ മോൾ എഴുന്നേൽക്കുന്ന സമയത്തനുസരിച്ചിട്ട് ഞാൻ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, എൻ്റെ വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് വരുന്നില്ല, ഇടാനുള്ള സമയവും മറ്റും കുറവായിട്ടാണ്. അപ്പോൾ ഞാൻ തുണി വാഷ് ചെയ്യാൻ നമ്മുടെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. സൺപ്ലസിൻ്റെ 2 കിലോ 99 രൂപ അങ്ങനെ എങ്ങോട്ടാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാനത് നല്ല സോപ്പ് പൊടി കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ പതയും നല്ല അഴുക്കൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ തുണി നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഞാൻ രാത്രി, അതായത് സന്ധ്യയ്ക്ക് തലേദിവസം തന്നെ ഞാൻ മോള് ബെഡിലൊക്കെ ജസ്റ്റ് ഒന്ന് മുള്ളിയും മറ്റുമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് തലേദിവസം തന്നെ കഴുകിയിട്ടായിരുന്നു. അപ്പോൾ രാത്രി ഇനി മഴയെങ്ങാനും പെയ്താലോ എന്ന് കരുതിയിട്ട് ഞാൻ വിരിച്ചിടാനൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ അത് ബ്ലാങ്കറ്റും ഒരു പുതപ്പും പിന്നെ പില്ലോ കവറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ഞാനൊന്ന് വിടർത്തിയിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തുണി വാഷിങ്ങിനും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എഴുന്നേറ്റ് നിങ്ങളുടെ പണികളൊക്കെ തുടങ്ങി പകുതി കൂടുതലും കഴിഞ്ഞ് കാണുമല്ലോ അല്ലേ? ചിലവർക്ക് ചിലപ്പോൾ പണികളൊക്കെ ഇപ്പോൾ തീർന്നിട്ടും ഉണ്ടാവും. ഇപ്പോൾ 7 മണിയോളം ആവും കേട്ടോ സമയം. ഇന്നിപ്പോൾ മോന് സ്കൂളില്ലാത്ത ദിവസമാണിത്. അപ്പോൾ അവരുടെ കാര്യം എന്തെന്ന് വെച്ചാൽ മോൻ്റെ സ്കൂളിൽ നിന്ന് ടൂറിനും മറ്റുമൊക്കെ ആയിട്ട് പോവുക. അപ്പം മോന് ആദ്യം പോകുന്നത് മറ്റേ സിൽവർ സ്റ്റോമിലായിട്ടാണ്. അപ്പോൾ ആദ്യം പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വാപ്പി ഞാനും പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ വാപ്പി ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തായാലും ഞങ്ങൾ നിർബന്ധിച്ചില്ല അവനെ. കാരണം ഞങ്ങൾക്കും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സങ്കടം പോലെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കഴുകിയ തുണിയൊക്കെ വിടർത്തി ഇന്നത്തെ തുണി വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഞ്ഞും ഭയങ്കര തണുപ്പുമാണ്. അതാണ് നമുക്ക് ഒട്ടുമുക്കാലും ഈ വൈകി എഴുന്നേൽക്കുന്നത്. ഈ തണുപ്പ് കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും കൂടെ ഒരു സുഖമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ കടയിൽ പോക്കൊക്കെ ഒരുപാട് വൈകിയാണ് പോകുന്നത്. 7:30 ആവുന്നുണ്ട്, ചില ദിവസങ്ങളിൽ 8 മണിയാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് വൈകിയാണ് പോകുന്നത് കേട്ടോ. കാര്യം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നാലും പുള്ളിയെ വിളിച്ചിരിക്കുന്നിരുന്നാലും എഴുന്നേക്കാം, തിരിഞ്ഞും മറിഞ്ഞുമായിട്ട് അങ്ങ് കിടക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ചായയുടെ പാല് ഞാൻ എന്തായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചായ ഇട്ടങ്ങ് മാറ്റാം കേട്ടോ.
വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെക്കേഷനൊക്കെ ക്രിസ്മസ് വെക്കേഷനൊക്കെ അടിപൊളിയായിരുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല അടിപൊളി ക്രിസ്മസും അടിപൊളി ന്യൂ ഇയറും തന്നെയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മോള് ഉമ്മീന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഡോറ് തുറന്നിരിക്കുന്ന ആളെ പക്ഷേ കണ്ടില്ല. അപ്പോൾ എന്നെ കണ്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം കേട്ടോ. ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമില്ല. ഒട്ടുമേ ലൈറ്റ് ഇടുമ്പോഴോ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങത്തില്ല, എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങനെ പൊക്കിയെടുത്തു, തോളത്തിട്ട് ജസ്റ്റ് ഒന്ന് ആട്ടിയൊക്കെ നോക്കി. കുറച്ച് നേരം കൂടെ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയാൽ അത്രയും പണികളൊക്കെ എളുപ്പം തീർക്കാമല്ലോ. മോക്കിപ്പോൾ ചെറുതായിട്ട് ഈ കാലിൽ ഇങ്ങനെ ചെറിയൊരു കുരുക്കൾ പോലെ ഇങ്ങനെ പിമ്പിൾ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോമിയോയിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഈ കരപ്പൻ്റെ എന്തെങ്കിലും ആണോ എന്ന് കൃത്യമായിട്ട് പറയാറായില്ല. അപ്പം മെഡിസിൻ എടുക്കുന്നുണ്ട്. പിന്നെ ചൊറിച്ചിലായിട്ടുണ്ടെങ്കിൽ ലാക്ടോക്കലാമിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കാലിൽ ജസ്റ്റ് തേച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആളൊന്ന് മയങ്ങിയൊക്കെ വരുന്നുണ്ട്. കൊണ്ട് കിടത്തി കഴിഞ്ഞ് എഴുന്നേൽക്കും മിക്കവാറും. എന്നാലും കുറച്ച് നേരം ഒന്ന് തോളത്ത് തന്നെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് ഏകദേശം വരുന്നുണ്ട്. വേറെയും ഇന്നിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അടിക്കുമ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും ഇഡ്ഡലിക്കല്ല ദോശയ്ക്ക് അപ്പം ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ വൈകിട്ടത്തേക്കും കൂടെ കണക്കാക്കിയാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്നത് കേട്ടോ. മാവ് അരച്ച് വെക്കുമ്പോൾ കാര്യം അപ്പോൾ എളുപ്പമുണ്ടല്ലോ. ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം എടുത്തിട്ട് മീൻസ് ചോറ് എടുത്തിട്ട് വൈകിട്ട് ഒന്നുകിൽ ചപ്പാത്തിയോ പുട്ടോ അല്ലെങ്കിൽ അപ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ചായയുടെ പരിപാടിയൊക്കെ ഇവിടെ ഏകദേശം തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അപ്പത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അപ്പത്തിൻ്റെ മാവയിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാൻ ദോശ പോലെ ചുടുന്ന അപ്പമാണോ അതോ വെള്ളയപ്പമാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. മാവിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിട്ട് വേണം ആക്കാൻ. അപ്പോൾ മാവിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചുറ്റിയെടുക്കുന്ന അപ്പം പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ള രീതിയിലാട്ടോ ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ തന്നെ നമുക്ക് ഈ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ചേർക്കണം അല്ലെങ്കിൽ എന്താ ബോറടിപ്പിക്കാണ്ട് എന്താണ് നമുക്ക് ഇടാൻ പറ്റിയെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അതാണ് എൻ്റെ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇന്നത്തെ രീതിയൊക്കെ ഇങ്ങനെയാണ്. മോളൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഒന്ന് തിളച്ച് അരിച്ചെടുത്ത് വെച്ചിട്ട് മോളെ കൊണ്ടുപോയി ഒന്ന് കിടത്തി നോക്കാം. കാരണം ഉറക്കമായിട്ടുണ്ട് നന്നായിട്ട്. ഇനിയിപ്പോൾ കൂടെ കിടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചാടി എഴുന്നേൽക്കും. ചിലപ്പോൾ നല്ല ഉറക്കമൊക്കെ ആണെങ്കിൽ എന്തായാലും കിടന്നോളൂ. ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും കടയിൽ പോവുകയല്ലേ, അപ്പോൾ വെറുതെ ഇങ്ങനെ അപ്പം പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി വൈകിയിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 10 മണിയൊക്കെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചായ ഇട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും കൂടെ വെറുതെ ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ചൂടനെ അപ്പം ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഒരിച്ചിരി മാവ് നമ്മൾ ഒഴിച്ച് കറക്കുന്ന സമയത്ത് തന്നെ ഒരിച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ തന്നെ മോളെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. മോളെ ഉറക്കമൊക്കെ നോക്കി അതൊക്കെ പമ്പാടുന്നു. ഇനിയിപ്പോൾ രക്ഷയില്ല. അപ്പോൾ തോളത്തിട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഉറങ്ങും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. മൂഡ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കൈ കൊടുത്താലും അതൊക്കെ കഴിച്ച് നമ്മൾ കൂടെ നടന്നോളൂ കേട്ടോ.
ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പതിയെ ഒന്ന് കൊണ്ടുപോയി കിടത്തി നോക്കാമെന്ന്. എവിടെ ആളപ്പം തന്നെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. അവൾ സുഖിച്ചിങ്ങനെ കണ്ണൊക്കെ അടച്ചിട്ട് വെറുതെ കിടന്നതാണ്. അപ്പോൾ എന്തായാലും രക്ഷയില്ല. ഞാൻ 18 ഇടവും പയറ്റി നോക്കി. അപ്പോൾ എന്തായാലും രക്ഷയില്ല. ഇനിയിപ്പോൾ എടുക്കുക തന്നെ രക്ഷയുള്ളൂ. വേറെ ഒരു രൂപവും വഴിയില്ല. കരയാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒത്തിരി കരഞ്ഞ് പിണക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തോളത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എന്തായാലും കട്ടിലിൽ നിന്ന് ഇങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കാനെ വിളിച്ചുണർത്തി ഒക്കെ ഇരിക്കണ മദ്രസയിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇക്ക എന്തായാലും ഫ്രഷായി വന്നു. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ 2 അപ്പവും പിന്നെ ചായയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പം അപ്പം വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഉച്ചയാകുമ്പോൾ ഇനി ചോറാവുന്ന താമസം ഉണ്ടാവില്ലേ. അപ്പോൾ കറി ഉണ്ടാക്കുന്നുണ്ട്, വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 അപ്പം കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. 9:30 10 മണിയൊക്കെ ആയിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പോൾ മോളെന്തായാലും പിണക്കമൊക്കെ മാറി നിലത്തിറങ്ങിയ സമയം കൊണ്ട് ഞാൻ ഒരു സവോള, കിഴങ്ങ്, പച്ചമുളക്, പിന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ കുറച്ച് പീസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോളിഫ്ലവർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഞാൻ വെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിലെന്തെങ്കിലും പുഴുക്കളോ മറ്റു കൊണ്ടുവന്ന്, അത് മിക്കവരും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ച് നോക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കോളിഫ്ലവർ നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും നന്നായിട്ട് അത് കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം തിളച്ച വെള്ളം ഇടണം കേട്ടോ. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം വേണം ആ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ സമയത്ത് ആ കോളിഫ്ലവറിൽ എന്തെങ്കിലും ചെറിയ പ്രാണികളോ പുഴുക്കളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് കാണാനും അതെടുത്ത് മാറ്റി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. കാരണം ആ വെള്ളത്തിലിരുന്നത് നന്നായിട്ട് അണുക്കളൊക്കെ ഒന്ന് നശിച്ച് ഒക്കെ ഒന്ന് വരണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറിക്കുള്ള ഐറ്റംസൊക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി അതും ഇതിൻ്റെ കൂടെ ഇടുക. പിന്നെ കുറച്ച് ഒരു പിടി ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ കുതിർക്കാനായിട്ട് വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിൽ ഈ വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേണം നമുക്ക് ബിസിലേക്ക് ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് കുക്കറിലാക്കിയതിന് ശേഷം പോയി മുറ്റമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ബാക്കും ഫ്രണ്ടും അത്യാവശ്യം കരിയിലേക്ക് അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങ കൂടെ അരച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇന്നത്തെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഒരിച്ചിരി തേങ്ങ മതി കേട്ടോ. കുറച്ച് തേങ്ങ, പെരിഞ്ചീരകവും കുറച്ച് പിന്നെന്താണ്
മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല ഞാൻ. നമ്മൾ പെരുംജീരകവും പിന്നെ ഗരം മസാലയ്ക്ക് അതിൻ്റെ പൊടിക്കാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെയുള്ള 1-2 ഐറ്റം കൂടെ ഇട്ടിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുത്തത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എരിവ് വേണം മുളക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയുടെ കൂട്ട് അരച്ച് ഇതിൽ കടുവറുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ വീട്ടിലെ കുറുമക്കറിയൊക്കെ എങ്ങനെയാണ്, നിങ്ങളൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറുമക്കറികളായിരിക്കും കണ്ടേക്കുന്നത്. ഞങ്ങളുടെ ഒരു സിമ്പിളായിട്ടുള്ള കുറുമക്കറിയാണ് കേട്ടോ ഇത്. കാര്യം കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. ക്യാരറ്റ്, ബീൻസും കൂടെയൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയേനെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഉള്ളതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് തയ്യാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇച്ചിരി കുറവ് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പം ഉണ്ടാക്കിയാൽ മതി, ബാക്കി മാവെടുത്ത് വെച്ചിരുന്ന ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പോൾ പിന്നെ വൈകിട്ടത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ മാവ് അരച്ചെടുക്കുന്ന ടൈമിൽ 2 ദിവസം കണക്കാക്കിയാണ് കേട്ടോ മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ കാരണം എപ്പോഴും അടിക്കാനായിട്ട് നിൽക്കണ്ടല്ലോ. കാര്യം നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത ഇനി 2 ദിവസത്തിനകത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഉണ്ടാക്കാൻ പോകുന്നതിന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുപ്പ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മാവ് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്പം തയ്യാറാക്കാനുള്ള രീതിയിൽ അപ്പത്തിനൊക്കെ എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ മോനും മദ്രസയിൽ പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു, കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ പുത്രി അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇക്കാക്ക എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു മോന് എൻ്റെ ഇക്കാടെ അനിയൻ്റെ മോനാണ് കേട്ടോ, ഈ ബ്ലൂ ടീഷർട്ട് ഇട്ടേക്കുന്നത്. മറ്റേത് ബിലാലിൻ്റെ ഫ്രണ്ടാണ്, അമീൻ എന്നാണ് പേര്. ബ്ലൂ ഷർട്ട് ഇട്ട് എൻ്റെ ഇക്കാടെ അനിയൻ്റെ മോൻ്റെ പേരും ബിലാലെന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ബിലാലുമാരാണ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇക്കാടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കടയിൽ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഇനി കടയിൽ പോയിട്ട് വന്നതിന് ശേഷം ഉച്ചത്തെ ലഞ്ചിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ ഉമ്മിച്ച് കുറച്ച് മുരിങ്ങയില അനിയൻ്റെ വീട്ടിൽ പോയി ഇന്നലെ പോയപ്പോൾ കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇന്നിക്ക 1/2 കിലോ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് അതിൽ കുറച്ച് വറുത്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെയുള്ള ചെമ്മീൻ ഞാൻ വെള്ളരിക്കയിട്ട് വൈകിട്ട് അപ്പത്തിന് തയ്യാറാക്കി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂട് നല്ല മുരിങ്ങയില തോരനും നല്ല ചെമ്മീൻ ഫ്രൈ ആണ് ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇന്ന് മാർക്കറ്റിൽ പോയ സമയത്ത് ചെമ്മീൻ വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു അളവിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വലുതും മേടിക്കുമ്പോൾ നമുക്ക് എണ്ണം കുറഞ്ഞു പോകില്ലേ, ഇതാവുമ്പോൾ കുഴപ്പമില്ല. വാപ്പയുടെ മോൻ്റെ സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെങ്കിൽ ഞാനും കഴിക്കും. ചെമ്മീൻ കിട്ടുന്ന മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ 2 പേര് അടിയാട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി. പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട്, മുരിങ്ങയില തോരനുണ്ട്, പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല കട്ട തൈരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ലഞ്ചും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട്, ഇപ്പോൾ ഏകദേശം സമയം 1:45 2 മണിയാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ എന്താണ് ലഞ്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഇടുമെന്ന് കരുതുന്നു. വേറെ വിശേഷിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഞാൻ പെടുത്തിയിടാൻ നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിന്നറോ എങ്ങനെയാണെങ്കിലും ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യണു. താങ്ക് യു.